കൂട്ടുകാർ മൃഗങ്ങളെ കാണാൻ സൂവിൽ പോയിട്ടില്ലേ? മൃഗശാലയിൽ പോയിട്ടില്ലേ? ഇന്നത്തെ കാതികയിൽ മൃഗശാലയെക്കുറിച്ച് ഒരു കഥയാണ്. ഇത് നമുക്ക് അയച്ചു തന്നത് രാജേഷ് ഏട്ടൻ. ഇത് രാജേഷ് ഏട്ടന്റെ രണ്ടാമത്തെ കഥയാണ്. കൂട്ടുകാരും ഇതുപോലെ കഥകൾ അയച്ചു തരിക. ഇന്നത്തെ കഥ കേൾക്കാം. കാതികയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കഥ ആരെ പറ്റിയെന്നറിയാമോ? ഇത് നമ്മുടെ അച്ചു എന്ന് വിളിക്കുന്ന അലക്സിനെ കുറിച്ചാണ്. അവന്റെ ഫ്രണ്ട്സൊക്കെ അവനെ കുഞ്ഞലക്സ് എന്നെ വിളിക്കുക. എന്താ കാരണം? ക്ലാസ്സിലുള്ള 30 കുട്ടികളിൽ എല്ലാവരും അച്ചുവിനേക്കാളും നല്ല തടിയും ഉയരവും ഉള്ള കുട്ടികളാ. വീട്ടിലാണെങ്കിലോ അമ്മ അവനെ അച്ചു എന്ന് മാത്രമേ വിളിക്കൂ. അച്ഛനാണെങ്കിൽ ലക്സി എന്ന് മാത്രമേ വിളിക്കൂ. അങ്ങനെ ഒരു ദിവസം ടീച്ചർ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത്തവണത്തെ നമ്മുടെ ഔട്ടിംഗ് അടുത്ത സിറ്റിയിലെ സൂവിലേക്കാണ്. എല്ലാ കുട്ടികളും ഇത് കേട്ടതും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. നമ്മുടെ അച്ചുവിന് നല്ല സന്തോഷമായി. ഉടനെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സൂവിലെ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഹരീഷ് പറഞ്ഞു, അവിടെ വലിയ 3 സിംഹങ്ങളുണ്ട്. ഷാഹുൽ പറഞ്ഞു, 2 ചിമ്പാൻസികളുണ്ട്. ചിമ്പാൻസികൾ 4 ആൾക്കാരുടെ വലുപ്പമുള്ളതാ. ഒരു കുഞ്ഞു ചിമ്പാൻസി ഉണ്ട്. മാളു പറഞ്ഞു, അവിടുത്തെ കുരങ്ങന്മാരെ കാണാൻ നല്ല രസമാ. ചിലർക്ക് അവിടുത്തെ പുലി കൂട്ടിനടുത്ത് പോയാൽ നമ്മളെ കടിക്കാൻ വരുന്നത് പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞു. ചിലർക്ക് പക്ഷികളെ കാണാനാണ് ഇഷ്ടമെന്ന്. ചിലർക്ക് കലമാൻ, മുയൽ, മുള്ളംപന്നി എന്നിവയൊക്കെ കാണാനാണ് ഇഷ്ടം. ഇതൊക്കെ കേട്ട് അച്ഛന് നല്ല സന്തോഷമായി. വീട്ടിൽ പോയി എല്ലാ വിവരങ്ങളും അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു. അങ്ങനെ സൂ വിസിറ്റ് ചെയ്യുന്നതിന്റെ തലേന്ന് ടീച്ചർ പറഞ്ഞു, നാളെ ആരും ബുക്സ് ഒന്നും കൊണ്ടുവരേണ്ടത് ആവശ്യമില്ല, 9 മണിക്ക് സൂവിലേക്ക് പോകുന്നതാണ്. അച്ചു വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞു, നാളെ 1 മണിക്കൂറോളം ബസ്സിൽ ഇരിക്കേണ്ടതാ. അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും സ്നാക്സ് വേണം. അമ്മ പറഞ്ഞു, ശരി, കാലത്ത് എല്ലാം ചെയ്തു തരാം. കൃത്യം 9 മണിക്ക് ക്ലാസ്സിലെ 30 കുട്ടികളും 3 ടീച്ചേഴ്സും കൂടെ യാത്ര തുടങ്ങി. ബസ്സിലെല്ലാവരും പാട്ടുപാടാൻ തുടങ്ങി, സ്നാക്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആടിപ്പാടി അവർ സൂവിലെത്തി. എല്ലാവരും നല്ല സന്തോഷത്തോടെ സൂ ഗേറ്റൊക്കെ കടന്ന് കാഴ്ചകൾ കാണാൻ തുടങ്ങി. പിന്നെ കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ എന്താ, ചില കുട്ടികൾ പക്ഷികളുടെ സ്ഥലത്തേക്ക് പോയി, ചില കുട്ടികൾ മങ്കീസിന്റെ കളികൾ കാണാൻ പോയി. പിന്നെ നമ്മുടെ അച്ചുവും കുറച്ച് ഫ്രണ്ട്സും കൂടെ ഓരോന്നോരോന്നായി കണ്ടു നടക്കുകയാണ്. അപ്പോഴാണ് ചിമ്പാൻസികളെ കണ്ടത്. അച്ചു പറഞ്ഞു, ശരിയാണല്ലോ, ചിമ്പാൻസികൾക്ക് നല്ല വലുപ്പമുണ്ടല്ലോ. കുഞ്ഞു ചിമ്പാൻസി ആണെങ്കിൽ വലിയ ചിമ്പാൻസികളുടെ തലയിലൊക്കെ കയറി മറിയുകയാണ്. അച്ചുവിന് ഇത് വളരെ ഇഷ്ടമായി. അവിടെ തന്നെ നോക്കി നിന്നു. നോക്കുമ്പോ എന്താ, ചിമ്പാൻസിയുടെ കൂട്ടിന്റെ ഗേറ്റ് പൂട്ടിയിട്ടില്ല, ലോക്ക് ചെയ്തിട്ടില്ല. അച്ചു വെറുതെ ആ ഗേറ്റിൽ പിടിച്ചു. ഉടനെ ഗേറ്റ് തുറന്നു. അപ്പോഴതാ ആ ചെറിയ ചിമ്പാൻസി ഗേറ്റിനടുത്ത് വന്ന് എന്തോ എടുത്ത് കളിക്കാൻ തുടങ്ങി. അച്ചു ഉടനെ അതിനെ ഒന്ന് അടുത്ത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് മെല്ലെ അകത്തോട്ട് പോയി. പെട്ടെന്ന് ആ വലിയ ചിമ്പാൻസി പോയി ഗേറ്റ് അടച്ചു. അച്ചു കൂട്ടിനകത്താ.
അച്ചു പേടിക്കാൻ തുടങ്ങി. ചുറ്റും നോക്കുമ്പോ ഫ്രണ്ട്സിനെ ആരും കാണുന്നില്ല, ആരും തന്നെയില്ല. അച്ചുവിന് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു ചിമ്പാൻസി അടുത്തു വന്നു. നോക്കുമ്പോ എന്താ, നിറയെ കറുത്ത രോമമുള്ള ചിമ്പാൻസി. പക്ഷേ വന്നിട്ട് അത് കൈകൊണ്ട് അച്ചുവിന്റെ തലയിൽ തലോടാൻ തുടങ്ങി. അച്ചുവിന് ഇത്തിരി സമാധാനായി. ഇത് നമ്മളെ ഉപദ്രവിക്കില്ല. എന്നാലും പേടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. പെട്ടെന്നതാ 3 സിംഹങ്ങൾ അച്ചുവിനെ നോക്കി വരുന്നു. അച്ചു വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഒരു ചിമ്പാൻസി അച്ചുവിന് മുമ്പിൽ വന്ന് സിംഹങ്ങൾ ഓടിക്കാൻ തുടങ്ങി. സിംഹങ്ങൾ കുറച്ചു നേരം നോക്കി നിന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അതാ ഒരു ഭീമൻ പുലി അലറിക്കൊണ്ടുവരുന്നു. അത് ചിമ്പാൻസിയെ അടിക്കാനും കടിക്കാനും തുടങ്ങി. ചിമ്പാൻസികൾ ഇത് കണ്ട് ഓടിപ്പോയി. ഉടനെ പുലി അച്ചുവിന്റെ നേരെ ഒരൊറ്റ ചാട്ടം. അമ്മേ! അച്ചു നിലവിളിച്ചു. ഉടനെ അച്ചുവിനൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അച്ചു, മോനെ അച്ചു, ലക്സി, എഴുന്നേക്കൂ. കണ്ണു തുറന്നു നോക്കിയപ്പോ എന്താ, സ്വപ്നമായിരുന്നു. അടുത്ത് അച്ഛനും അമ്മയും കിടക്കുന്നുണ്ട്. അവരാണ് വിളിക്കുന്നത്. അച്ചുവിന് സമാധാനായി. അച്ചു എഴുന്നേറ്റു. അവൻ അച്ഛനോടും അമ്മയോടും കണ്ട സ്വപ്നം എല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് കേട്ട് കിടന്നുകൊണ്ടല്ലേ, ആലോചിച്ച് കിടന്നുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത്, സാരമില്ല. പിന്നെ അച്ഛനും അമ്മയും ഇതൊക്കെ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. അച്ചുവിനും സ്വപ്നത്തെക്കുറിച്ച് ഓർത്ത് ചിരിക്കാൻ തുടങ്ങി. പിന്നെ പിറ്റേന്ന് അച്ചുവും ഫ്രണ്ട്സും എല്ലാവരും കൂടെ കണ്ട് സുഖമായി തിരിച്ചു വന്ന് ഒരു യാത്രാക്കുറിപ്പും എഴുതിയിട്ടാണ് അന്ന് കിടന്നുറങ്ങിയത്.